ഹലോ, സുഖമാണോ? മഞ്ജുഷയാണ്. നമുക്കിന്ന് കോമൺ ആയിട്ട് വരയ്ക്കുന്ന ഒരു മെയിൽ കിരീടത്തിൻ്റെ ഡിസൈൻ മെഷർമെൻറ്റ്സ് എല്ലാം എടുത്ത് വരയ്ക്കാം. കിരീടങ്ങൾ ധാരാളം ഉണ്ട്. അപ്പം ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ട ഡിസൈൻസ് ഒക്കെ വരയ്ക്കുവാനായിട്ട് പറ്റും. അപ്പം ഞാനിവിടെ 12 സെൻറ്റിമീറ്റർ 1 താലം എന്നുള്ള രീതിയിൽ ഒരു പേപ്പർ സ്കെയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ റെക്കോർഡ് ബുക്കിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ആ ബുക്കിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഒരു വെർട്ടിക്കൽ ലൈനും വരയ്ക്കുക. എന്നിട്ട് ഹൊറിസോണ്ടൽ ലൈൻ്റെ താഴത്തേക്ക് 4 അങ്കുലം മാർക്ക് ചെയ്യുക. 4 അങ്കുലം മാർക്ക് ചെയ്തതിന് ശേഷം വെർട്ടിക്കൽ ലൈൻ്റെ ലെഫ്റ്റിലേക്ക് 5.5 അങ്കുല, റൈറ്റിലേക്ക് 5.5 അങ്കുല. പേപ്പർ സ്കെയിൽ ഉണ്ടാക്കാനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങളൊന്ന് നോക്കി മാർക്ക് ചെയ്യുക. ഇനി എന്ത് ചെയ്യണം, ആ രണ്ട് സൈഡിലും ഇതേപോലെ ആ 4 താഴത്തേക്ക് എടുത്തതിലും അതേപോലെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഫോർഹെഡിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക. നമുക്ക് ഫോർഹെഡിൻ്റെ അവിടെ നിന്ന് ചെവിയുടെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന്, അതായത് ടോപ്പ് വരെയുള്ള ഭാഗം വരച്ചാൽ കിരീടം നല്ല ഭംഗിയായിട്ട് നമുക്ക് വരയ്ക്കുവാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒരു നാ ഷേപ്പ് വരച്ചു വെക്കുക. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ലൈൻ്റെ ലെഫ്റ്റിലേക്ക് 5.5 അങ്കുല മാർക്ക് ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് ഒരു 4 അങ്കുല വരുന്നത് വരെ ആ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് കിരീടത്തിൻ്റെ ആ ഒരു ഫസ്റ്റ് പാർട്ടിനുള്ള മെഷർമെൻറ്റ് നോക്കാം. ആദ്യം ആ വെർട്ടിക്കൽ ലൈൻ്റെ അവിടെ 5.5 അങ്കുലം മാർക്ക് ചെയ്യുക. 5.5 അങ്കുലം മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഏകദേശം കാണുക. സെൻറ്റർ കണ്ടിട്ട് ലെഫ്റ്റിലേക്ക് 9 അങ്കുല, റൈറ്റിലേക്ക് 9 അങ്കുലം മാർക്ക് ചെയ്യുക. അങ്ങനെ രണ്ട് സൈഡിലേക്കും മാർക്ക് ചെയ്തു. ഇനി ഒരു മെഷർമെൻ്റ് ഉണ്ട്, ഏറ്റവും താഴെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് സൈഡിലേക്ക് ഒരു 3.5 അങ്കുല രണ്ട് സൈഡിലേക്കും മാർക്ക് ചെയ്യണേ. ഞാനത് മാർക്ക് ചെയ്യാനത് കാണിക്കാനായിട്ട് വിട്ടുപോയി. അതിനുശേഷം ആ ഏറ്റവും താഴെ ഇപ്പം ഞാൻ വരയ്ക്കുന്നത് അവിടെ ആ 4 അങ്കുല താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ടൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചല്ലോ, അവിടെ ഒരു ഹാഫ് സർക്കിൾ അല്ലെങ്കിൽ ഫുൾ സർക്കിൾ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ നേരത്തെ ഇട്ടിരിക്കുന്ന പോയിൻറ്റ്സ് 5.5 അങ്കുല, 9 അങ്കുല, താഴെ 3.5 അങ്കുല, ഈ 3 പോയിൻറ്റ്സും ടച്ച് ചെയ്യുന്ന രീതിയിൽ രണ്ട് സൈഡിലേക്കും ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. അപ്പം ഒരു റൗണ്ട് ഷേപ്പല്ല, എന്നാൽ ഒരു ഓവൽ ഷേപ്പും അല്ലാത്ത രീതിയിലുള്ള ഒരു ഷേപ്പാണ്. അപ്പോൾ ഈ രീതിയിൽ ഷേപ്പ് വരച്ച് വെക്കുക. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഡിസൈന് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു നായകമണിയുടെ ഭാഗമാണ് കേട്ടോ. മെഷർമെൻറ്റ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, 3.5 അങ്കുല എന്നൊക്കെ ഉള്ളത്. ഇതൊരു വലിയ നായകമണിയാണ്. മനസ്സിൽ നിങ്ങൾ സങ്കല്പിക്കുക, വലിയൊരു നായകമണി ഈ കാണുന്നത്. ഈ നായകമണിയുടെ ചുറ്റിനുമല്ല, നായകമണിയുടെ അകത്ത് ധാരാളം നായകമണികൾ നമ്മൾ അടുക്കി വെച്ചിരിക്കുന്ന രീതിയിലാണ് കിരീടത്തിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. അപ്പം നമുക്ക് ആ നായകമണികൾ വെറുതെ നമുക്ക് അങ്ങനെ അടുക്കി വെക്കാൻ പറ്റില്ല, അതൊരു മെഷർമെൻറ്റ് പ്രകാരം ഒന്ന് നമുക്ക് വെക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ വെർട്ടിക്കൽ ലൈൻ്റെ രണ്ട് സൈഡിലേക്കും ഒരു ഏകദേശം ഒരേ ഒരു അളവ്, ഇവിടെ ഇപ്പം ഒരു 6 അങ്കുലയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഓപ്പോസിറ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ചരിച്ചൊന്ന് വരയ്ക്കുക. താഴെയും ഏകദേശം ഒരുപോലെ തന്നെ വരാനായിട്ട് നോക്കുക. ഇങ്ങനെ ഒരു 3 ഈക്വൽ ഭാഗമായിട്ട് ഫ്രണ്ട് പോർഷൻ ഒന്ന് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഭാഗത്തും ഓരോ നായകമണികൾ വരയ്ക്കുക. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഈ വരച്ചിരിക്കുന്നത് ഒരു വലിയ നായകമണിയുടെ പകുതി ഭാഗമാണ്. അപ്പോൾ നായകമണിയുടെ മണിമാല ഡിസൈനും ഇടരേഖകളും എല്ലാം ഒന്ന് ലൈറ്റായിട്ട് വരച്ച് വയ്ക്കുക. അപ്പം നമ്മൾ ഒരു പിക്ചർ കിരീടം കാണുമ്പോൾ അതിനകത്ത് കുറേ നായകമണികളുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ കുറേ ലൈൻസ് ഇങ്ങനെ ബ്ലാക്കും ഒക്കെ കാണും. അപ്പോൾ അത് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ, അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഇവിടെയൊക്കെ വരച്ചു പോകും. അങ്ങനെയല്ല, നമ്മൾ ആ ഷേപ്പ് കറക്റ്റ് വരച്ചാൽ മാത്രമേ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പം എന്ത് ചെയ്യണം, നമ്മൾ വരച്ചിരിക്കുന്ന ബേസ് സ്കെച്ചിൽ ഏറ്റവും ലൈറ്റായിട്ട് മണിമാല ഡിസൈനും ഇടരേഖകളും എല്ലാം വരച്ചു വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ബാക്കിയുള്ള നായകമണികളെല്ലാം ചേർത്ത് വെച്ചിട്ട് വരയ്ക്കാം. ഇപ്പോൾ സെൻറ്ററിൽ നമ്മൾ 2 ടൈപ്പ് നായകമണികൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിലൊരു നായകമണി വരയ്ക്കുക. ആ സെൻറ്ററിൽ നായകമണി വരച്ചതിന് ശേഷം നമുക്ക് രണ്ട് സൈഡിൽ റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് ഈ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇടരേഖകളും മണിമാല ഡിസൈനും വരയ്ക്കണം. അന്ന് വരുമ്പോഴത്തേക്കാണ് ഭംഗി വരിക. ഒന്നെങ്കിൽ ഞാനിപ്പം മാർക്ക് ചെയ്യുന്നത് പോലെ ഒരു ബിലോ 1 അങ്കുല മാർക്ക് ചെയ്തിട്ട് ഇടരേഖ മാത്രം വരച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ മണിമാല ഡിസൈനും കൂടെ വേണമെങ്കിൽ വരയ്ക്കാം. മണിമാല ഡിസൈനോ ദളം ഡിസൈനോ ഒക്കെ വരയ്ക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, മെഷർമെൻറ്റിൽ കുറച്ച് വ്യത്യാസം കൂടെ വരും. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഒരു 2 അങ്കുലയൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിനകത്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഈ ഇടരേഖയും മണിമാല ഡിസൈനും വരച്ചു കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഒന്നുകിൽ ഇടരേഖ മാത്രമായിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ ഈ 2 അങ്കുലയ്ക്ക് അകത്ത് വരുന്ന രീതിയിൽ മണിമാല ഡിസൈനും ഇതുമെല്ലാം വരയ്ക്കാം.
അതും അല്ലെങ്കിൽ വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. എല്ലാം കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ നോട്ട്സാണ് കേട്ടോ. അത് തന്നെയാണ് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യുന്നത്. അതിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. ഒന്ന് എഡിറ്റ് ചെയ്തപ്പോഴത്തേക്ക് കുറച്ചൊന്ന് എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് ചെയ്തു എന്നേ ഉള്ളൂ. ഇത് ഓരോ പാട്ടായിട്ടാണ് ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. പാർട്ട് 1 ഇപ്പോൾ ഈ നായകമണിയുടെ ഭാഗം അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അപ്പം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ ഇടരേഖയുടെ മുകളിലേക്ക് നമുക്ക് മണിമാല ഡിസൈനും കൂടെ വരയ്ക്കാനുള്ളത് കൊണ്ട് അവിടെ ഞാനൊരു 2 അങ്കുലം മാർക്ക് ചെയ്തിട്ട് അതിനകത്ത് വരുന്ന രീതിയിൽ ഡിസൈൻ എല്ലാം വരച്ചു. അപ്പം ഇനി എന്ത് ചെയ്യണം, നമ്മൾ ആ വരച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പെൻസിലൊക്കെ നിങ്ങൾ ലാസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കളയുക. ഇത്രയും ചെയ്തതിന് ശേഷമാണ് കേട്ടോ നായകമണികളൊക്കെ വരയ്ക്കേണ്ടത്. നായകമണികളൊന്നും ഞാൻ ഇനി ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യില്ല. ഫസ്റ്റ് ക്ലാസ്സിൽ, അതായത് ഡേ 1 മണിമാല ഡിസൈൻ പഠിച്ചു. അതിന് ശേഷം നമ്മൾ നായകമണികളെല്ലാം നല്ല ഭംഗിയായിട്ട് പഠിച്ചതാണ്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഡേ 1 തൊട്ടുള്ള ക്ലാസ്സുകൾ കാണുക. ഇത് കണ്ടിന്യൂഷനാണ്. ഞാനിത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഒരു 50 ഡേയ്സ് ചലഞ്ച് എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാണ്. എങ്ങനെയാണോ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്, നിങ്ങളും എൻ്റെ സ്റ്റുഡൻസ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിലൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഡേ 1 തൊട്ടൊന്ന് കണ്ട് മനസ്സിലാക്കി നോട്ട്സ് എഴുതി ഓരോന്നായിട്ട് കാണുക. അപ്പം നായകമണി ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 2 സൈഡിലും നമുക്ക് റൗണ്ട് ഷേപ്പ് നായകമണികൾ വരയ്ക്കണം. അപ്പോൾ റൗണ്ട് ഷേപ്പ് നായകമണി വരയ്ക്കുമ്പം മുഴുവനും കാണിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ഈ നായകമണിയുടെ കുറച്ച് ഭാഗം പുറകേട്ട് പോയിരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ താഴത്തേക്ക് പോകുന്ന രീതിയിലാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു 2 സൈഡിലും നമ്മൾ 3 ഈക്വൽ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡിലും ഒരേപോലെ വരുന്ന രീതിയിൽ ഏകദേശം നായകമണിയുടെ തന്നെ ഒരു ഇതെടുക്കാൻ നോക്കുക. അതല്ലെങ്കിൽ ഞാൻ ഇവിടെ 6 അങ്കുലം മാർക്ക് ചെയ്തിട്ടുണ്ട്. 6 അങ്കുലം എടുത്തിട്ട് വരയ്ക്കുക. അതല്ലെങ്കിൽ അതിൽ ചെറുത് വരച്ചാലും കുഴപ്പമില്ല. എങ്ങനെയാണോ നിങ്ങൾ വരയ്ക്കുമ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് തന്നെ 2 സൈഡിലും നായകമണി വരയ്ക്കുക. ഇവിടെ റൗണ്ട് ഷേപ്പ് നായകമണിയുടെ പകുതി ഭാഗമാണ് വരയ്ക്കുന്നത്. പകുതി നമുക്ക് താഴത്തേക്ക് പോയിരിക്കുന്നതായിട്ട് സങ്കല്പിക്കാം. ഇനി എന്ത് ചെയ്യണം, ഡിസ്റ്റൻസ് നോക്കുക. ആദ്യം വരച്ച നായകമണിയും രണ്ടാമത്തെ നായകമണിയും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് രണ്ടാമത്തെയും വരയ്ക്കുക. അങ്ങനെ വരയ്ക്കുമ്പോൾ 2 സൈഡിലെയും നായകമണി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന കിരീടമാകുമ്പോൾ ഒരേപോലെ നമുക്ക് കിട്ടും. മനസ്സിൽ വേണ്ടത് ഇതിൻ്റെ കുറച്ച് ഭാഗം താഴത്തേക്ക് പോയിരിക്കുന്നതായിട്ടാണ് കാണേണ്ടത് കേട്ടോ. അതല്ലെങ്കിൽ തിരിച്ചു വേണമെങ്കിലും വരയ്ക്കാം. അതായത് മണിമാല ഡിസൈനോട് ചേർന്നിരിക്കുന്ന രീതിയിൽ റൗണ്ട് ഷേപ്പ് വന്നിട്ട് ബാക്കി സ്റ്റോണിൻ്റെ വശം മുകളിൽ വരുന്ന രീതിയിൽ വേണമെങ്കിലും വരയ്ക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് വന്നിരിക്കുന്ന ആദ്യം വരച്ച ഇടരേഖകൾ മണിമാല ഡിസൈൻ എല്ലാം റബ്ബ് ചെയ്ത് കളയുക. കാരണം നമുക്കിതിനകത്ത് നായകമണിയാണ് വേണ്ടത്. ആ നായകമണി വേണം. പിന്നെ അതിൻ്റെ പുറമേ കാണുന്ന മണിമാല ഡിസൈനുകളും ഇടരേഖകളും മാത്രം നമുക്ക് ഒന്ന് വരച്ചു കൊടുത്താൽ മതിയാവും. ഇങ്ങനെയാണ് ഈ ഷേപ്പുകളെല്ലാം വരുന്നത്. ഒരു നായകമണി ഞാൻ വരച്ചു. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും വരയ്ക്കുക. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ഡിസൈൻ വരും. അത് കർണപുഷ്പത്തിനോട് ചേർന്ന് ഒരു ഡിസൈൻ വരും. നമ്മൾ ബേസിക് ഡിസൈൻ പഠിച്ചതാണ്. ഇത് പറയുന്നത് ബന്ധ എന്നാണ്. അങ്ങനെ ഒരു ഡിസൈൻ 2 സൈഡിലും വരച്ചു കൊടുക്കുക. കർണപുഷ്പത്തിനോട് ചേർത്തും ഒരു നായകമണിയുടെ താഴെയായും വരച്ചു കൊടുക്കുക. കർണപുഷ്പത്തിൻ്റെ അതിനകത്ത് നമുക്ക് അഷ്ടദള മഷിപ്പൂവിൻ്റെ ഡിസൈനാണ് വരച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പം നായകമണികളെല്ലാം കഴിഞ്ഞു. ബാക്കി വന്നിരിക്കുന്ന എല്ലാ ഡിസൈൻ ഒന്നും കൂടെ ഒന്ന് ഡാർക്കായിട്ട് വരച്ചു കൊടുക്കുക. നമുക്ക് അതിനകത്ത് ഇടരേഖയുടെ കുറച്ച് ഭാഗം കാണും. അങ്ങനെ ഇനി ഇപ്പം നമ്മുടെ ഒരു മോതിരം ഉണ്ടെങ്കിൽ ഈ മോതിരത്തിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ വിരലിലേക്ക് ഇടുന്നത്, അതുപോലെ ഒരെണ്ണം ഈ സെൻറ്ററിലുള്ള നായകമണിക്കും വരയ്ക്കണം. അതായത് ആ നായകമണി ഇതിനകത്തേക്ക് ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ 2 വശമാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പോർഷനാണ് നമുക്ക് വരയ്ക്കേണ്ടത്. സങ്കല്പിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിപ്പോൾ എൻ്റെ മോതിരം എടുത്തത്. ഇതേപോലെ ഒന്ന് ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇങ്ങനെ ഷേപ്പ് വരയ്ക്കുമ്പോൾ നമുക്കൊരു 2 ഇടരേഖകളും അതിൻ്റെ പുറമെ 2 ലൈനും കൂടെ വരച്ചു കൊടുക്കുക. ഇപ്പം 2 ഇടരേഖ വരയ്ക്കുന്നു, ഒന്ന് വരച്ചു, രണ്ടാമത്തെ വരച്ചു, 2ൻ്റെ പുറമെ ഓരോരോ ലൈനും കൂടെ വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും വരയ്ക്കാം. ഇങ്ങനെ ഇതിനെ അങ്ങനെ ഒരു ക്ലാമ്പ് പോലെ ഇങ്ങനെ വെച്ചിരിക്കുന്ന രീതിയിൽ വരയ്ക്കുക. ഇതാണ് നമ്മളൊരു പിക്ചർ കാണുമ്പം ഈ കിരീടത്തിൻ്റെ ഫ്രണ്ടിൽ ധാരാളം ഡിസൈനുകൾ ഇങ്ങനെ കാണുന്നത്. എന്താണ് ഡിസൈൻ എന്ന് മനസ്സിലാക്കിയിട്ട് വരയ്ക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടത് വരയ്ക്കാൻ പറ്റുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ട്രേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറൊരു പിക്ചർ കാണുമ്പോഴോ അതുപോലെ തന്നെ നമ്മൾ നോക്കി വരയ്ക്കുമ്പോൾ നമുക്ക് ഡിസൈൻ മനസ്സിലായില്ലെങ്കിൽ എന്താ പറ്റുക, ആ ഡിസൈനൊക്കെ കുറച്ച് നീങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പോൾ നീങ്ങി പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ഇടരേഖകളൊന്ന് വരച്ച് ലൈറ്റായിട്ട് വരച്ചിട്ടത്. ഇപ്പോൾ ഈ നായകമണികളുടെ ഗ്യാപ്പിൽ മാത്രം ആ മണിമാല ഡിസൈൻ വരച്ചു കൊടുത്താൽ മതി. അത് ആദ്യമേ വരച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. അതേപോലെ ഇടരേഖയും നമ്മൾ ആദ്യമേ വരച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഈ നായകമണികളുടെ ഇടയിലൂടെ വരച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ
നമ്മളുടെ കിരീടത്തിൻ്റെ ഫ്രണ്ട് ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം പഠിക്കാം. ഒറ്റ ദിവസം കൊണ്ട് ഞാനിത് മുഴുവൻ പഠിപ്പിക്കുന്നില്ല, അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോകും. അതുകൊണ്ടാണ് അങ്ങനെ പഠിപ്പിക്കാത്തത്. ഇതിനകത്ത് ബേസ് ആയിട്ടുള്ള ഡിസൈനുകളെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇനി ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ, നമ്മൾ വിഷു കൈ നീട്ടെന്നും പറഞ്ഞ് 2 പിക്ചർ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ക്ലാസ്സുകളിൽ ആൾക്കാർ വന്ന് ചേരുന്നുണ്ട്. ഇത് നിങ്ങൾക്കുള്ള ഗിഫ്റ്റാണ്. ഈ വീഡിയോ കാണുമ്പോൾ എപ്പോഴൊക്കെയാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്, ഇത് ലൈഫ് ലോങ് ഒരു ഗിഫ്റ്റാണ്. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഗണപതിയുടെയും കൃഷ്ണൻ്റെയും ക്ലാസ്സിൽ ചേരാവുന്നതാണ്. സെയിം ഫീസിൽ തന്നെ, ഒരിക്കലും ഫീസ് ഞാൻ കൂട്ടുന്നില്ല. 1499 എന്നുള്ള ഫീസിലാണ് ഞാൻ നിങ്ങളെ ഈ ഒരു ഗണപതി മെഷർമെൻറ്റ് പ്രകാരമാണ്, പഞ്ചതാലത്തിൻ്റെ പ്രകാരമാണ്, ഇതേപോലെ ആ ക്ലാസ്സിലേക്കുള്ള കിരീടമാണിത്. എല്ലാം വിശദമായിട്ട് പഠിപ്പിച്ച് തന്നെയാണ് ക്ലാസ് പോകുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗം പഠിക്കാം. ഓക്കെ, ശരി എന്നാൽ ബൈ.